Divine Thoughts, a journey to the innermost recesses of our soul. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മോട് വളരെ ആഴത്തിലുള്ള ഒരു സത്യമാണ് വെളിപ്പെടുത്തുന്നത്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ സന്ദേശം ഒരു ആശ്വാസവാക്ക് മാത്രമല്ല, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ജോഷുവയുടെ ഗ്രന്ഥത്തിൽ നിന്ന് ആരംഭിച്ച് സുവിശേഷങ്ങളിൽ അവസാനിക്കുന്നതുവരെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. ജോഷുവയുടെ ഗ്രന്ഥം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ മോശയുടെ മരണത്തിന് ശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ജോഷുവയ്ക്ക് ലഭിക്കുന്നു. ഈ സാഹചര്യത്തിൽ ദൈവം ജോഷുവയോട് പറയുന്നു, ഭയപ്പെടരുത്, നിരുത്സാഹപ്പെടരുത്, ഞാൻ നിന്റെ കൂടെയുണ്ട്. സഭാപിതാവായ വിശുദ്ധ അഗസ്തീൻ പറയുന്നു, മനുഷ്യൻ്റെ ശക്തി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. ജോഷുവയുടെ ധൈര്യം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കഴിവുകളിൽ നിന്നല്ല, ദൈവത്തിൽ ഉള്ള വിശ്വാസത്തിൽ നിന്നാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഭയവും ആശങ്കയും നമ്മെ പിടിച്ചുകെട്ടും. എന്നാൽ ദൈവം നമ്മോട് പറയുന്നത് അതേ വാക്കുകളാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇതൊരു ആത്മീയ സത്യമാണ്. ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം തൻ്റെ പ്രസംഗങ്ങളിൽ പറയുന്നു, ദൈവം നമ്മോടൊപ്പം ഉള്ളപ്പോൾ ശത്രുക്കൾക്കോ പ്രശ്നങ്ങൾക്കോ നമ്മെ കീഴടക്കാൻ കഴിയുകയില്ല. ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കപ്പെടണം. കത്തോലിക്കാ ജീവിതത്തിൻ്റെ ആദ്യ മൂല്യം തന്നെ ഇതാണ്, ദൈവ സാന്നിധ്യത്തിൽ ഉറച്ച വിശ്വാസം. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ ദിനവൃത്താന്തം 15:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചകനായ അസറിയ പറയുന്നു, നിങ്ങൾ കർത്താവിനോട് ചേർന്നിരുന്നാൽ കർത്താവ് നിങ്ങളോടുകൂടെ. ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു നിബന്ധനയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ നാം അവനോട് ചേർന്നിരിക്കണം. വിശുദ്ധ ഗ്രിഗറി പാപ്പ പറയുന്നു, ദൈവം നമ്മെ ഒരിക്കലും വിട്ടുപോകുന്നില്ല, പക്ഷേ നാം തന്നെയാണ് പലപ്പോഴും അവനെ വിട്ടുപോകുന്നത്. ഇത് നമ്മുടെ ആത്മപരിശോധനയ്ക്ക് ഉള്ള ഒരു ക്ഷണമാണ്. നാം ദൈവത്തോട് ചേർന്നാണോ ജീവിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥന, വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം, കുംഭസാരം, ഇവയൊക്കെ നമ്മെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന മാർഗങ്ങളാണ്. കത്തോലിക്കാ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ മൂല്യം ദൈവത്തോടുള്ള സ്ഥിര ബന്ധമാണ്. ഇന്നത്തെ മൂന്നാമത്തെ വായനയായ 2 കൊറിന്ത്യർ 13-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് നമ്മോട് പറയുന്നു, ഈശോ മിശിഹ നിങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുവിൻ. ഇവിടെ ദൈവസാന്നിധ്യം പുറത്തല്ല, ഉള്ളിലാണ്. വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നു, ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു, പ്രത്യേകിച്ച് കൃപാവസ്ഥയിൽ. ഈ വാസസ്ഥലം നമ്മുടെ ജീവിതത്തെ പരിശുദ്ധമാക്കുന്നു. ഇത് നമ്മെ ഒരു വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് നയിക്കുന്നത്. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ശുദ്ധമായിരിക്കണം. വിശുദ്ധ ബേസിൽ പിതാവ് പറയുന്നു, നിന്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആലയമാണ്, അതിനാൽ പാപം ഒഴിവാക്കുകയും സ്നേഹത്തിൽ വളരുകയും ചെയ്യണം. കത്തോലിക്കാ ജീവിതത്തിൻ്റെ മൂന്നാമത്തെ മൂല്യമാണ് ആന്തരിക വിശുദ്ധി. സുവിശേഷത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും. ഇത് മഹാദൗത്യം എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു മിഷനോടാണ് ബന്ധിപ്പിക്കുന്നത്. യേശു നമ്മെ സുവിശേഷം പ്രസംഗിക്കുവാനായി അയക്കുന്നു, എന്നാൽ നമ്മെ ഒറ്റയ്ക്കല്ല അയക്കുന്നത്, അവൻ നമ്മോടൊപ്പം നടക്കുന്നു. സഭാപിതാവായ വിശുദ്ധ ലിയോ പറയുന്നു, യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം അവൻ്റെ സാന്നിധ്യം സഭയിലൂടെയും സാക്രമെൻറ്റുകളിലൂടെയും തുടരുന്നു. വിശുദ്ധ കുർബാനയിൽ യേശു യഥാർത്ഥമായി സന്നിഹിതനാണ്. അതിനാൽ ഓരോ കുർബാനയും ഒരു കൂടിക്കാഴ്ചയാണ്, ദൈവത്തോടുള്ള നേരിട്ടുള്ള ബന്ധമാണ്. ഇത് നമ്മെ ഒരു മിഷണറി സ്പിരിറ്റിലേക്ക് വിളിക്കുന്നു. നാം വിശ്വാസം വെറും വ്യക്തിപരമായ അനുഭവമായി സൂക്ഷിക്കരുത്, അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം.
കത്തോലിക്ക ജീവിതത്തിൻ്റെ 4ാമത്തെ മൂല്യമാണ് സാക്ഷ്യ ജീവിതം. പ്രിയമുള്ളവരെ, ഈ 4 തിരുവചനങ്ങൾ ചേർന്ന് നമ്മെ ഒരു സമഗ്രമായ സന്ദേശം പഠിപ്പിക്കുന്നു. ദൈവം നമ്മുടെ കൂടെയുണ്ട്. നാം ദൈവത്തോട് ചേർന്നിരിക്കണം. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ദൈവം നമ്മെ ഒരു ദൗത്യത്തിലേക്ക് അയക്കുന്നു. ഇതൊരു വിശ്വാസയാത്രയാണ്. ഈ യാത്രയിൽ പലപ്പോൾ കഷ്ടപ്പാടുകളുണ്ടാകും. എന്നാൽ വിശുദ്ധ പാദ്രേ പിയോ നമ്മോട് പറയുന്നു, പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. ദൈവസാന്നിധ്യം നമ്മെ ശക്തിപ്പെടുത്തും. നമ്മുടെ ദിവസേനയുള്ള ജീവിതങ്ങളിൽ ഈ സന്ദേശം നമുക്ക് എപ്രകാരം പ്രായോഗികമാക്കാം? ആദ്യമായി, ഓരോ ദിവസവും ദൈവസാന്നിധ്യം ഓർക്കുക. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ കർത്താവേ, നീ എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുക. ഇതൊരു ആത്മീയ ശീലമാക്കുക. രണ്ടാമതായി, വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുക. ഇത് ദൈവസാന്നിധ്യത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവമാണ്. മൂന്നാമതായി, കുമ്പസാരത്തിലൂടെ ആത്മാവിനെ ശുദ്ധമാക്കുക. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാലാമതായി, സ്നേഹത്തിൽ വർത്തിക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം മറ്റുള്ളവരിൽ കാണുക, പ്രത്യേകിച്ച് ദരിദ്രരിലും വേദനിക്കുന്നവരിലും. അവസാനമായി, നാം മറക്കരുത്, ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്ന നിമിഷങ്ങളിലും അവൻ നമ്മോട് കൂടെയുണ്ട്. വിശുദ്ധ തെരേസ ഓഫ് ആവില പറയുന്നു, ദൈവം മാത്രം മതി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാം. ജോഷുവയെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നമുക്ക് നേരിടാം. പൗലോസിനെ പോലെ നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാം. ശിഷ്യന്മാരെ പോലെ ലോകത്തിലേക്ക് പോയി സുവിശേഷം പ്രഘോഷിക്കാം. നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായി മാറട്ടെ. കർത്താവ് എന്നും നമ്മോട് കൂടെയുണ്ട്. ആമേൻ.